നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒരു ഗൂഗിൾ ഫോം വഴി ഇൻപുട്ട് ചെയ്തിട്ട് ഷീറ്റിലേക്ക് വരുന്ന വാല്യൂ എങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, അതായത് അത് കസ്റ്റമൈസ് ചെയ്ത് നമുക്കൊരു റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നത് നോക്കാം. നിങ്ങൾ ഫോം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നോക്കി ഫോം എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അത് ഷീറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ അതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 5 വാല്യൂ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ആ 5 വാല്യൂ ഇവിടെ ഷീറ്റിൽ ടൈം സ്റ്റാമ്പ്, നെയിം, ഏജ്, മൊബൈൽ നമ്പർ, പ്ലേസ് എന്നിങ്ങനെ കുറച്ച് ഒരു ടെസ്റ്റ് വാല്യൂ ആണ്. ഈ വാല്യൂ ഇവിടെ ഇൻപുട്ട് ആയിട്ടുണ്ട്. ഇവിടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു പുതിയ ഷീറ്റിലോട്ട് ഞാൻ അതിനെ റിപ്പോർട്ടിന്റെ രൂപത്തിലേക്ക് ആക്കി. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഷീറ്റ്, ഇപ്പൊ നമ്മൾ ഫോം റെസ്പോൺസസ് എന്ന് പറഞ്ഞ ഷീറ്റിനകത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ചേഞ്ചസ് ഒന്നും വരുത്തരുത്. കാരണം വീണ്ടും റെസ്പോൺസുകൾ വരാനുള്ളതാണ്. അതുകൊണ്ട് അതിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അവിടെ ആ ഇൻപുട്സ് സ്റ്റോപ്പ് ആവും. ഇപ്പൊ എങ്ങനെയാണ് പുതിയൊരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക, അതായത് ഈ വരുന്ന റിപ്പോർട്ട് തന്നെ വെച്ചിട്ട് പുതിയൊരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാം. വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുതിയ റിപ്പോർട്ടുകൾ ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അതിനാദ്യം നമ്മളൊരു ഷീറ്റ്, ആഡ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഷീറ്റിന്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഷീറ്റിന്റെ നെയിമിൽ കൊണ്ടുവന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം കൊടുത്താലും മതി. ഇപ്പോ ഞാൻ റിപ്പോർട്ട് 2 എന്ന് പറഞ്ഞ പേരിലാണ് അവിടെ ചെയ്തത്. ഇനി ഫോം റെസ്പോൺസിൽ നിന്ന് നമുക്ക് വരേണ്ട കോളങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ B2 മുതൽ E6 വരെയുള്ള കോളമാണ്. B2 മുതലുള്ള കോളമാണ്. E6 എന്നില്ല ലിമിറ്റ് ചെയ്യുന്നില്ല, കാരണം ഇനിയും റിപ്പോർട്ടുകൾ വന്നാൽ അതിനകത്ത് ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ B2 മുതൽ E6 വരെയുള്ള റിപ്പോർട്ടാണ് നമുക്കിവിടെ എടുക്കേണ്ടത്. അതിന് ആദ്യം നമുക്കൊരു ഹെഡിങ് വേണം. ഹെഡിങ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുവാണ്. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തൽക്കാലം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അതവിടെ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. എന്നിട്ട് രണ്ടാമത്തെ ടൈറ്റിൽ പേസ്റ്റ് ചെയ്തു. അത് നോക്കൂ, ഇവിടെ ആദ്യം ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഫോർ ദ രജിസ്ട്രേഷൻ ഡേറ്റഡ് 14/10/2020 എന്നുള്ള ടൈറ്റിലും ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നും ടൈറ്റിൽസുമാണ് ഞാൻ ചെയ്തത്. ഇത്രയുമാണ്. അതായത് നമുക്ക് വേണ്ട ഹെഡിങ്ങുകൾ മാത്രമാണ് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യേണ്ടത്. ഈ ഹെഡിങ്ങിന് ഞാൻ എത്ര കോളങ്ങളാണോ ഉള്ളത് ആ കോളങ്ങളെല്ലാം സെലക്ട് ചെയ്തിട്ട് ഇതിനെ മെർജ് ചെയ്യാൻ പോവുകയാണ്. അതിന് മെർജ് ചെയ്യുന്നതിന് ഒരു ഓപ്ഷനാണ്. അതായത് ഇവിടെ ഈ മുകളിലത്തെ ടൂൾ ബാറിനകത്ത് തന്നെ സെലക്ട് ആൻഡ് മെർജ് ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് മെർജ് ആൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത്രയും അങ്ങ് മെർജ് ആയി കഴിയും. ഇനി അടുത്ത തൊട്ട് താഴത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു മെർജ് സെൽസ് കൊടുത്താൽ അതും അങ്ങ് മെർജായി. ഇതിനെ സെൻട്രലിലോട്ട് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ തൊട്ടിപ്പുറത്ത് തന്നെ അലൈൻമെന്റ് ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യാം. നെയിം ഓഫ് ദി സ്റ്റുഡൻറ് അത് കുറച്ചുകൂടി ഒന്ന് വലിപ്പം ആക്കണമെന്നുണ്ടെങ്കിൽ എക്സലിലെ പോലെ തന്നെ ഉണ്ടോ, ഇത്രയും ചെയ്യുക. ഇനിയാണ് പ്രധാനമായിട്ടുള്ളൊരു കമാൻഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ആ കമാൻഡ് ഞാൻ തൽക്കാലം ഇവിടെ ടൈപ്പ് ചെയ്യാതെ ഇവിടുന്ന് തന്നെ കോപ്പി എടുത്തുകൊണ്ട് വരികയാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് ആ കമാൻഡ്. ഇതാ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന കമാൻഡാണ്. ഇമ്പോർട്ട് റേഞ്ച്. ആദ്യം ഇമ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്ന ഒരു ഗൂഗിൾ ഷീറ്റിലെ ഒരു കമാൻഡാണ്, ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ 2 സ്റ്റെപ്പായിട്ടാണ് അതിനകത്ത് കമാൻഡ് വന്നിരിക്കുന്നത്. ഒന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഷീറ്റ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഷീറ്റിലെ ഏതൊക്കെ സെല്ലുകൾ. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെങ്ങനെയാണ് ഇത്രയും ഈ വാല്യൂസ് നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ്.
നമ്മൾ ഏത് ഷീറ്റിൽ നിന്നാണോ എടുക്കുന്നത് ആ ഷീറ്റിന്റെ ഏറ്റവും മുകളിൽ, അതായത് അഡ്രസ് ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെലക്ട് ആവുന്നതാണ് ആ ഷീറ്റിന്റെ ID എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ അഡ്രസ്സ്. ഈ അഡ്രസ് ഒക്കെയാണ് നമ്മൾ മറ്റ് ഷെയർ ചെയ്യുമ്പോഴൊക്കെ, ഇവിടെ ഷെയർ ഓപ്ഷൻ എടുക്കുമ്പോഴൊക്കെ നമുക്ക് വരുന്ന ലിങ്ക് എന്ന് പറയുന്നത് ഈ അഡ്രസ്സാണ്. നിങ്ങൾ പലപ്പോഴും ഗൂഗിൾ ഷീറ്റും ഗൂഗിൾ ഫോംസും ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനൊരു അഡ്രസ്സ് ഉണ്ടാവാറില്ലേ, ആ അഡ്രസ്സാണിത്. അപ്പോൾ ഇത് നമ്മൾ കോപ്പി എടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ Ctrl+C ഉപയോഗിച്ചോ കോപ്പി എടുക്കുക. എന്നിട്ട് ഇവിടോട്ട് കൊണ്ടുവന്നിട്ട് ആ ഭാഗത്ത് പേസ്റ്റ് ചെയ്യുക എന്നതാണ്. ഇവിടെ ഇപ്പം ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതായത് ഡബിൾ കോട്ട്സ് ആയിരിക്കണം. ഡബിൾ കോട്ട്സിനകത്ത് പേസ്റ്റ് ചെയ്യുന്നു, ഡബിൾ കോട്ട്സ് എൻഡ് ചെയ്യുന്നു, കോമ കൊടുക്കുന്നു, വീണ്ടും ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്യുന്നു. ഫോം റെസ്പോൺസസ് 1 എക്സ്ക്ലമേഷൻ B2 E6. ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഞാൻ തൽക്കാലം ഈ ഷീറ്റ് ഞാൻ കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഷീറ്റിന്റെ നെയിം കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനൊന്ന് ഇൻപുട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഞാൻ ഇവിടെ കമാൻഡ് അങ്ങ് ഡിലീറ്റ് ചെയ്യും. കമാൻഡ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റ് വാല്യൂസ് എല്ലാം അങ്ങ് പോകും. ഇവിടെ ഇമ്പോർട്ട് റേഞ്ച് എന്നിട്ട് ഇമ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് വരും. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇമ്പോർട്ട് റേഞ്ച് കൊടുക്കുന്നു, നേരെ ഫോം റെസ്പോൺസിലേക്ക് വരുന്നു. ഏതൊക്കെ കോളങ്ങളാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഫസ്റ്റിലെ ഒരു എറർ ആയിരിക്കും വരുന്നത്. ആ ഡാറ്റ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഡബിൾ കോട്ട്സ് കൊടുക്കുന്നു, ഷീറ്റ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു, കോമ കൊടുക്കുന്നു, ഡബിൾ കോട്ട്സ് വീണ്ടും ഓപ്പൺ കൊടുക്കുന്നു, ഡബിൾ കോട്ട്സ് ഇവിടുത്തെ ഈ സിംഗിൾ കോട്ട്സ് എടുത്ത് മാറ്റിയതിനു ശേഷം ഡബിൾ കോട്ട്സ് എൻഡ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ റിപ്പോർട്ട് കാണാൻ പറ്റും. ഇനി ഈ റിപ്പോർട്ടിനെ മൊത്തത്തിൽ ഞാൻ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ബോർഡർ ആണ് കൊടുക്കുന്നത്. കണ്ടോ, ബോർഡർ കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊരു റിപ്പോർട്ടായി. ഈ റിപ്പോർട്ടിനെ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇത്രയും ഫോം സെല്ല് മാത്രം സെലക്ട് ചെയ്തിട്ടും പ്രിന്റ് ചെയ്യാൻ പറ്റും, ഷീറ്റ് മൊത്തത്തിലും പ്രിന്റ് ചെയ്യാൻ പറ്റും. Ctrl+P കൊടുത്താൽ പ്രിന്റ് സെറ്റിംഗ്സിനകത്ത് നമുക്ക് ആ റിപ്പോർട്ട് പ്രിന്റ് ആയി വരുന്ന മോഡലിൽ നിൽക്കുന്നത് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.